ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 163. നമ്മളിന്ന് നോക്കുന്ന അനുഭാഗം 16 106 മണ്ഡലം 1 അനുഭാഗം 16 സൂക്തം 106 ഇതിലെ ദേവത ഇന്ദ്രനാണ്. ഇപ്പം ഇന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകീകരിക്കാൻ ഒരു ശക്തി വിശേഷം വേണം, ഒരു മാനേജ്മെൻറ്റ് വേണം. സയൻസ് മാത്രം പോരാ, മാനേജ്മെൻറ്റ് വേണം. ബിടെക് പോലെയുള്ള എൻജിനീയറിങ്ങോ ഡോക്ടർമാരോ ഉണ്ടായാൽ പോരാ, അതിനെ മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെൻറ്റ് MBA വേണം. നമ്മളൊരു ചോറ് വെക്കണ്ടെങ്കിൽ അല്ലെ ചായ വെക്കണ്ടെങ്കിൽ വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് പാലെല്ലാം ചേർത്താൽ ചായയാകും. അത് സയൻസ്. പക്ഷേ അതെല്ലാം കൂട്ടിച്ചേർക്കാൻ ഒരാൾ വേണം. വീട് വെക്കാൻ ഒരു മേസ്ത്രി വേണം. പ്ലാൻ ഉണ്ടായതുകൊണ്ടും മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയൻ്റെ അകത്ത് ഇപ്പം ചായപ്പൊടി വെള്ളം ചൂടാകുമ്പോൾ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ ആകുന്ന അതിൻ്റെ അകത്ത് കുറേ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി അതൊരു പുതിയ വസ്തുവായി മാറുവാൻ പ്രേരിപ്പിക്കും. ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം മേസ്ത്രി എന്ന നിലയിലോ ഒരു MBA എന്ന നിലയിലോ മാനേജ്മെൻറ്റ് എന്ന ശക്തി എന്ന നിലയിലോ സിസ്റ്റം, നമ്മൾ ഇന്ന് പറയുക സിസ്റ്റം എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ സിസ്റ്റം ഔട്ട്പുട്ടാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ ചെയ്യുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്ന് പ്രേരക ശക്തികളാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 106 ഋഷി കുത്സൻ ദേവത ഇന്ദ്രൻ ഛന്ദസ് ജഗതി അനുഷ്ടുപ്പ്. ഇന്ദ്രം മിത്രം വരുണം അഗ്നി ഊദയേ മാരുതം ശർദ്ധോ അതിഥിം ഹവാമഹേ രഥം ന ദുർഗാത് വസവസ്സു ദാനവോ വിശ്വസ്മാനോ അംഹസോ നിഷ്പിവർത്തന. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി, മരുത്തുക്കൾ, അതിഥി എന്നിവരെ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. രഥത്തെ പ്രയാസമുള്ള മാർഗങ്ങളിൽ കൂടി നയിക്കുന്നത് പോലെ വസുക്കൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ ദേവതകളെയും ഒന്ന് പരിചയപ്പെടുത്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മിത്രൻ ആരാണെന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം, മിത്രത, നമ്മുടെ ഫ്രണ്ട്സ്, അതായത് അനുകൂല സാഹചര്യം. അനുകൂല സാഹചര്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. വരുണൻ എന്ന് പറഞ്ഞാലെല്ലാം ഓർബിറ്റാണ്. അഗ്നി ഊർജമാണ്. ഊർജമുണ്ടെങ്കിൽ വരുണെന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. ഓർബിറ്റുകളാണ് എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്നത്. ആറ്റത്തിൻ്റെ ഓർബിറ്റാണ് എന്ത് വസ്തു ഉണ്ടാകണമെന്നെല്ലാം എപ്പോഴുണ്ടാകണമെന്നെല്ലാം തീരുമാനിക്കുന്നത്. പ്ലാനറ്റ്സുകളുടെ ഓർബിറ്റുകളാണ് ഏത് സീസണെല്ലാം ഉണ്ടാകണമെന്നെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ അഗ്നിയുണ്ട്. ഊർജമില്ലാതെ ഒരു കർമ്മവും നടക്കില്ല. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നാഡികളിലൂടെ. അതിഥി എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായ ശക്തി വിശേഷം. ഇങ്ങനെ അവരെയെല്ലാം ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഇവരെല്ലാം നമ്മൾ വിളിക്കണം. ഒരു യജ്ഞം നടത്തുമ്പോൾ ഇവരെല്ലാം അനുകൂലമായ സാഹചര്യം എല്ലാം വേണം. അതുപോലെ വസുക്കളെയും സങ്കീർണമായ മാർഗത്തിൽ കൂടി നയിക്കുക. വസുക്കൾ എന്ന് പറഞ്ഞാൽ 8 വസുക്കളായിട്ട് തിരിച്ചിട്ട് 8 ദിക്കുകൾ. 8 ദിക്കുകളാണ് എല്ലാ പ്രപഞ്ചത്തിൻ്റെ പിന്നിലും സൃഷ്ടിക്ക് പിന്നിലുമുള്ളത്. 8 ദിക്കുകളുണ്ടെന്ന് നമുക്കറിയാം. ആ ദിക്ക് മാത്രമല്ല, ആറ്റത്തിൻ്റെ അകത്തും ഓർബിറ്റിൽ 8 ദിക്കുകളുണ്ട്. അതാണ് ഒക്ടറ്റ് റൂം. ആ നിയമം അനുസരിച്ചാണ് ആ 8 ഏറ്റവും പുറത്ത് 8 ദിക്കുകളുണ്ട്. അവിടെ ഓരോ ഇലക്ട്രോൺ വേണം. അങ്ങനെ ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ വേണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്. അപ്പോൾ ഇതെല്ലാം യജ്ഞങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഇവരോടെല്ലാം പറയുകയാണ്, നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ദേവതകൾ. അതുകൊണ്ട് അവയെ നമ്മുടെ യജ്ഞത്തെ പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹം സാധിപ്പിച്ചു തരുവാൻ പറയുകയാണ്. ഇനി 2
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 106-2. ത ആദിത്യ ആഗത സർവതാതയേ ഭൂതദേവാ വൃത്ര രുചിയേഷു ശംഭുവ രഥം ന ദുർഗാത് വസവസ്സു ദാനവോ വിശ്വാന്മേ അംഹസോ നിഷ്പിവർത്തന. ആദിത്യൻ ഞങ്ങളുടെ ആഗ്രഹം പൂർത്തിക്കായി വന്നാലും യുദ്ധങ്ങളാൽ ഞങ്ങളെ ദുഃഖിതർ ആക്കരുതേ. രഥം സങ്കീർണമായ മാർഗങ്ങളിൽ കൂടി കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇതിൽ സൂര്യനെ ക്ഷണിക്കുകയാണ്. സൂര്യനാണ് ആദിത്യൻ. സൂര്യനാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ പിന്നിൽ അതിൽ ജീവജാലങ്ങൾ ഉണ്ടായതിൻ്റെ പിന്നിലെല്ലാം സൂര്യനുണ്ട്. സൂര്യനാണ് മഴയുണ്ടാക്കുന്നത്. മഴയുള്ളത് കൊണ്ടാണ് ചെടികൾ ഉണ്ടാകുന്നത്. ചെടികൾ വളരാൻ ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് സൂര്യൻ വേണം. സൂര്യൻ നമ്മുടെ നാഡികളിലൂടെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ആഗ്രഹപൂർത്തിക്കായിട്ട് സൂര്യനോട് വരുവാൻ പറയുകയാണ്. കാരണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തീരുമാനിക്കുന്നത് സൂര്യനാണ്. നമ്മളെ നാഡികളിലൂടെ നമ്മളെ സൃഷ്ടിച്ചത് പല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് സൂര്യനിലൂടെ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ തന്നെയാണ് കാലമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. യുദ്ധത്തിൽ നമ്മൾ ദുഃഖിതരാകരുടെ എല്ലാം ഒരു യുദ്ധമാണ്. ഏത് പ്രവൃത്തി ഒരു യുദ്ധമാണ്. എവ്രി ആക്ഷൻ എന്തെങ്കിലും അതാണ് ന്യൂട്ടൻ്റെ 3 ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സത്വരജോ തമോ ഗുണങ്ങൾ. ഒരു വസ്തുവിന് അതുപോലെ നിൽക്കാനാണ് താല്പര്യം. ചായപ്പൊടിക്ക് ചായപ്പൊടിയായിട്ട് നിൽക്കാനും വെള്ളത്തിന് വെള്ളമായിട്ട് നിൽക്കുവാനുമാണ് താല്പര്യം. പക്ഷേ ചായപ്പൊടിയും വെള്ളവും എല്ലാം ചേർത്തുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരുത്തണം അവയിൽ. അതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, രജോ ഗുണം. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് തമോ ഗുണം, ന്യൂട്ടൻ്റെ തേർഡ് ലോ. അപ്പോൾ ഇവ തമ്മിലുള്ള രജോ ഗുണവും തമോ ഗുണവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ചായപ്പൊടിയും വെള്ളവും എന്തായിത്തീരുന്നത്, കട്ടൻ ചായയായിട്ട് തീരുന്നത്. അപ്പോൾ എല്ലാ പ്രവർത്തനവും ഒരു ഏറ്റുമുട്ടലാണ്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാകണം. ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റിയാക്ഷൻ. അപ്പോൾ അവിടെ അത് തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് നമ്മൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ വിജയിപ്പിക്കണേ എന്ന് പറയുകയാണ്. നമ്മൾ ചില റോക്കറ്റെല്ലാം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞു കെട്ടി വീഴുന്നത് എന്തുകൊണ്ടാണ്? എന്തോ പന്തികെട്ടുണ്ടായിട്ടുണ്ട്. റിയാക്ഷനാണ് ശക്തി. ആക്ഷൻ തോറ്റുപോയി. അതുകൊണ്ടാണ് റോക്കറ്റ് താഴത്തോട്ടേക്ക് വരുന്നത്. സങ്കീർണമായ മാർഗങ്ങളിൽ കൂടി കൊണ്ടുപോകുന്നത് പോലെ സൂര്യനപ്പം നമ്മുടെ ജീവിതം സങ്കീർണമായ മാർഗങ്ങളിൽ കൂടിയാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടും. അതിനെന്ത് വേണം? യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടാകും. അതിനെ മറികടക്കാൻ സഹായിക്കണം. അതെല്ലാം സൂര്യൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാലമാണ്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 106-3. അവന്തു ന പിതര സുപ്രവാചന ഉദദേവി ദേവപുത്രേ ഇരതവ്രത രഥം ന ദുർഗാത് വസവ സുദാനവോ വിശ്വസ്മാനോ അഹംസോ വിഷ്പിവർത്തന. യശസ്വികളായ പിതാക്കളും യജ്ഞത്തെ വളർത്തുന്നവരായ ദേവമാതാക്കളും നമ്മുടെ രക്ഷകർ ആയിരിക്കണമേ. രഥത്തെ സങ്കീർണ മാർഗത്തിൽ കൂടി നയിക്കുന്നതുപോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് വസുക്കളോട് അപേക്ഷിക്കുന്നു. യശസ്വികളായ പിതാക്കളും യജ്ഞത്തെ വളർത്തുന്നവരായ ദേവമാതാക്കളും നമ്മളെ രക്ഷിക്കണേ. പിതാക്കൾ നമ്മളെ പൂർവികരെല്ലാം നയിച്ച വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ദേവമാതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. പിതാക്കളും എല്ലാം ദേവതകളാണ്. ആ
അവരുടെ മാതാക്കളും എല്ലാം നമ്മളെ രക്ഷിക്കണേ. നമ്മൾ കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ തലമുറ ചെയ്തതിൽ നിന്ന് മുന്നോട്ടേക്ക് നമ്മളിലൂടെ പോവുകയാണ്. അപ്പോൾ അവരെല്ലാം നമ്മളെ രക്ഷിക്കണേ. കാരണം അവരൊരു നല്ല വഴി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ സുഖമായിട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലൂടെയൊന്നും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തതിൻ്റെ ഫലമാണ്, അവർ കണ്ടെത്തിയതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരും നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. ഇനി നമുക്ക് 4-ാമത്തേത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 106-4. നരാശംസം വാജിനം വാജയന്നിഹ ക്ഷയത് വീരം ഭൂഷണം സുമ്നൈരീമഹേ രഥം ന ദുർഗാത് വസവസ്സു ദാനവോ വിശ്വസ്മാനോ അംഹസോ നിഷ്പിബർത്തന. മനുഷ്യരാൽ സ്തുത്യനും ശക്തനുമായ അഗ്നിയെ പൂജിച്ചുകൊണ്ട് വീരന്മാരുടെ സ്വാമിയായ പൂഷാവിനെ നാം സ്തുതിക്കുന്നു. പശുക്കൾ തേരിനെ സങ്കീർണ മാർഗത്തിൽ നയിക്കുന്നത് പോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. ഇവിടെ മനുഷ്യർ സ്തുതിക്കുന്ന ശക്തനായ അഗ്നിയെ പൂജിക്കുവാൻ പറയുകയാണ്. വീര്യവാനായ പുഷാവിനെ നാം സ്തുതിക്കുന്നു. പുഷാവും സൂര്യൻ തന്നെ. സൂര്യൻ എന്ന് പറഞ്ഞാൽ പല സൂര്യന്മാരുണ്ടല്ലോ. മേടത്തിലുള്ള സൂര്യനല്ല ഇടവത്തിലുള്ള സൂര്യൻ, നട്ടുച്ചക്കുള്ള സൂര്യനല്ല രാവിലത്തെ സൂര്യൻ, രാവിലത്തെ സൂര്യൻ പോലെയല്ല വൈകുന്നേരത്തത്. അതിനെല്ലാം പല സൂര്യന്മാരായിട്ട് നമുക്ക് കാണാം. അവരിലൂടെയാണ്, സൂര്യനിലൂടെയാണ് അഗ്നി വരുന്നത്. അതുകൊണ്ട് ശക്തനായ അഗ്നിയെയെല്ലാം നമ്മൾ പൂജിക്കുന്നു, പുഷാവിനെയും സ്തുതിക്കുന്നു, സൂര്യനെയെല്ലാം സ്തുതിക്കുന്നു, വസുക്കളെയെല്ലാം സ്വീകരിക്കുന്നു. ദിക്കുകൾ, നിങ്ങൾ നമ്മുടെ തേരിനെ, നമ്മുടെ ജീവിതയാത്രയെ സങ്കീർണമായ മാർഗത്തിൽ കൂടെ നയിക്കുമ്പോൾ അവരാണ് നമ്മളെ സങ്കീർണമായ മാർഗങ്ങളിൽ കൂടെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം പാപങ്ങളിൽ നിന്നും ഒഴിവാക്കണേ എന്ന് പറയുകയാണ്. ഇനി 5-ാമത്തത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 106-5. ബൃഹസ്പതേ സതമിന്ന സുഖം കൃതിശം യോർ യത്തേ മനുർഹിതം തദീമഹേ രഥന്ന ദുർഗാത് വസവസ്സു ദാനവോ വിശ്വസ്മാനോ അംഹസോ നിഷ്പിബർത്തന. ബൃഹസ്പതി ഞങ്ങൾക്ക് സുഖം നൽകുന്നു. അങ്ങ് മനുഷ്യരുടെ രോഗങ്ങളും ഭയവും നിവാരണം ചെയ്യുന്നു. ഞങ്ങളും അതുതന്നെ ആഗ്രഹിക്കുന്നു. പശുക്കൾ രഥത്തെ സങ്കീർണ മാർഗത്തിൽ കൂടി നയിക്കുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ബൃഹസ്പതിയോട് പറയുകയാണ്. ബൃഹസ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രഹങ്ങളിൽ വ്യാഴഗ്രഹമായിട്ട് എടുക്കാം. വ്യാഴഗ്രഹം എല്ലാ രോഗങ്ങളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗ്രഹമാണ് വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ദോഷവും പരിഹരിക്കാൻ വ്യാഴത്തിന് കഴിവുണ്ട്. അതിൻ്റെ വീക്ഷണം ഉണ്ടായാൽ മതി. അതുകൊണ്ട് ബൃഹസ്പതിയോട് പറയുന്നത് ഞങ്ങൾക്ക് സുഖം നൽകണേ. വ്യാഴം നല്ല നിലയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. നമ്മുടെ രോഗങ്ങളെയും ഭയവുമെല്ലാം മാറ്റിത്തരണേ എന്ന് പറയുകയാണ്. വ്യാഴത്തിന് അതിനുള്ള കഴിവുണ്ട്. മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ഞങ്ങളും അങ്ങേ ഇച്ഛിക്കുന്നു. അതായത് വ്യാഴൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു. വസുക്കളോട് പറയുകയാണ്, നമ്മളെ ഗ്രഹങ്ങളാണ്, ഓർബിറ്റുകളാണ്, ദിക്കുകളാണ് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ വസുക്കളോട് പറയുന്നു, നമ്മുടെ രഥത്തെ സങ്കീർണമായ മാർഗങ്ങളിൽ കൂടി കൊണ്ടുപോകുമ്പോൾ നമ്മളെ പാപത്തിൽ നിന്നും മോചിപ്പിക്കണം. നമ്മൾ ജീവിതയാത്രയിൽ സങ്കീർണമായ ജീവിതയാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. നല്ല സ്ഥലത്ത് എത്തിക്കണേ എന്ന് പറയുകയാണ്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 106-6. ഇന്ദ്രം കുത്സോ വൃത്തഹണം ശചീപതിം കാടേ നിബാൾഹ ഇർഷിർ അഹ്വദൂതയേ രഥം ന ദുർഗാത് വസവ സുദാനവോ വിശ്വസ്മാനോ അംഹസോ നിഷ്പിബർത്തന. കിണറ്റിൽ പതിച്ച കുത്സ മഹർഷി വൃത്രഹന്താവും ശചിപതിയുമായ ഇന്ദ്രനെ വിളിച്ചു.
വസുക്കൾ ഞങ്ങളെ പാപങ്ങളിൽ നിന്നും ഉദ്ധരിക്കണമേ. ഇവിടെ കിണറ്റിൽ പതിച്ച കുത്സ മഹർഷി എന്ന് പറഞ്ഞാൽ കുത്സനാണ് ഈ മന്ത്രങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കിണറ്റിൽ പതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയിലകപ്പെടുകയാണ്. ഋഷികളെല്ലാം ആ കാലഘട്ടത്തിൽ ജീവിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. വല്ല ഗുഹയിലും എല്ലാം ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പം കിണറ്റിൽ പതിച്ച കുത്സ മഹർഷിയെ വൃദ്ധഹന്താവും എല്ലാ തടസ്സങ്ങളും നീക്കുന്ന സഖിയുടെ ഭർത്താവുമായി ഇന്ദ്രനെ വിളിക്കുന്നു. അതായത് ഇന്ദ്രനാണ് നമ്മുടെ എല്ലാ യജ്ഞത്തിലും നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ കൂടെയുള്ള ശക്തിവിശേഷം. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്നത്, നമുക്ക് നേതൃത്വം, നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആ ഇന്ദ്രശക്തിയെ വിളിച്ചു. ഇത് വസുക്കളോട് പറയുകയാണ്, നമ്മളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണേ. കുത്സനും പറയുകയാണ്, കാരണം കുത്സനല്ല, എല്ലാ കാലത്തും മനുഷ്യർക്ക് കഷ്ടപ്പാട് തന്നെയാണ്. അതിലവർ കർമ്മങ്ങൾ, അവരുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിലൂടെ അവർ ആ പാപങ്ങളെ മറികടക്കുന്നു. അപ്പോൾ ഇന്ദ്രനാണ് നമ്മളെ വന്ന് സഹായിക്കുന്നത് എന്ന് കുത്സൻ തന്നെ പറയുകയാണ്. ഞാൻ കിണറ്റിൽ പതിച്ചിരിക്കുകയാണ്, എന്നെ ഈ കിണറ്റിൽ നിന്ന് കരകയറ്റുക. ജീവിതമാകുന്ന കിണറ്റ്, സംസാരമാകുന്ന സാഗരം എന്ന് പറയുന്നത് പോലെ കിണറിൽ വീണതിന് സമാനമാണ് നമ്മുടെ ജീവിതം. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 106 ദേവൈർനോ ദേവി അതിഥിർനിപാതു ദേവസ്ത്രാതാ ത്രായതാം അപ്രയുച്ഛൻ തന്നോ മിത്രോ വരുണോ മാമഹന്താം അതിഥി സിന്ധു പൃഥ്വീം ഉദദ്യൗഹു. ദേവതകൾ സഹിതം അതിഥി നമ്മെ രക്ഷിക്കണമേ. രക്ഷാസാധനങ്ങളാൽ യുക്തരായ ദേവഗണം ആലസ്യം വിട്ട് നമ്മെ രക്ഷിക്കണമേ. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥിവിയും ആകാശവും നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. 7 ദേവകൾ സഹിതം അതിഥി നമ്മെ രക്ഷിക്കുക. അതിഥിയിൽ നിന്നാണ്, അതിഥി എല്ലാവരുടെയും മാതാവായിട്ടുള്ള ശക്തിവിശേഷമാണ്. ഈ ദേവതകളുടെ എല്ലാം മാതാവായിട്ട് അതിഥിയെ നമുക്ക് കാണാം. അപ്പോൾ അവർ എല്ലാ മക്കളുമായിട്ട് ദേവതകളുമായിട്ട് വന്നിട്ട് നമ്മളെ, ദേവതകളെല്ലാം അവരുടെ ആലസ്യം വിട്ടിട്ട് നല്ല ആക്റ്റീവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിലനിൽക്കണേ, എന്നിട്ട് നമ്മളെ രക്ഷിക്കണേ എന്നെല്ലാം പറയുകയാണ്. ദേവമാതാവ് അതിഥി മറ്റുള്ളവരുമെല്ലാമായിട്ട് ദേവന്മാരോടെല്ലാം കൂടിച്ചേർന്നുകൊണ്ട്, ദേവത എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള 33 കോടി വസ്തുക്കളും ദേവതകളാണ്. നമുക്ക് ദാഹം വരുമ്പോൾ നമ്മളെ ദാഹം തീർത്ത് തരുന്നത് ജലമാണ്. പട്ടി വരുമ്പോൾ കല്ലെടുത്ത് എറിയുന്നുണ്ടെങ്കിൽ, എറിഞ്ഞ് ഓടിക്കുന്നുണ്ടെങ്കിൽ ആ കല്ലാണ് നമ്മുടെ ദേവത. ഇതെല്ലാം ദേവതകളാണ്. ഇവരെല്ലാം അതിഥി ദേവതകളോടൊത്ത് വന്നിട്ട് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. ആലസ്യം വിട്ട് അവരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണേ. മിത്രനും വരുണനും ആദിത്യയും സമുദ്രവും. സമുദ്രമെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. സമുദ്ര തീരത്താണല്ലോ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത്. ഭൂമിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആകാശത്തു നിന്നാണ് മഴകളും ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത്. അവരെല്ലാം നമ്മുടെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മളെ സ്വാധീനിക്കുന്ന പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളെ പരിചയപ്പെടുത്തുന്നതായിട്ട് കണ്ടാൽ മതി.